Okay. Today in this class, we discuss about oogenesis. What is oogenesis? It is the production of ovum, and it occurs in the primordial germ cells of ovary. And it includes 5 stages. Like the spermatogenesis, here also we can see 5 stages. Oogonium. ഇതൊക്കെ 5 സ്റ്റേജും എഗ്ഗിൻ്റെ ഡിഫറെൻ്റ് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ഉഗോണിയം ആയിരിക്കുന്ന അവസ്ഥ. പിന്നീട് അത് പ്രൈമറി യൂസൈറ്റ്, ദെൻ ഇറ്റ് ടേൺസ് ഇൻ ടു സെക്കൻഡറി യൂസൈറ്റ്, ദെൻ ഇറ്റ് ടേൺ ഇൻ ടു ഊട്ടിറ്റ്, ദെൻ ഇൻ ടു ഫങ്ഷണൽ ഓവം. എവിടെയാണ് നടക്കുക? ഇൻ ദ ഓവറി. ആൻഡ് ഇൻ ഓവറി യു ക്യാൻ സി the sectional view is outermost layer, the cuboidal epithelial layer. Inside it, the old stroma, which is divided into peripheral cortex and inner medulla. The peripheral cortex, we can see follicles of different stages, and the medulla, we can see the blood vessels. That is why the ovary considered as a highly vascular structure. അതുകൊണ്ട് പറയും എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത്, ഇപ്പോൾ ഏതെങ്കിലും ഇത് പെട്ടെന്ന് വളർച്ച, സിസ്റ്റ് ഫോർമേഷനൊക്കെ പെട്ടെന്ന് ഉണ്ടായ അത് വലുതാവും എന്ന് പറയും ഓവറിയിൽ, ഈ വാസ്കുലർ ആയതുകൊണ്ട്. Now the mitosis, meiosis 1, meiosis 2. These are the 3 steps of oogenesis. എവിടെ oogenesis നടക്കുക? That is in the ovary. നോക്കൂ, ഓവറിയുടെ തൊട്ട് ചേർന്ന് നമുക്ക് ആ ഫെലോപ്പിയൻ ട്യൂബ്, ഫിംബ്രിയ സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ സ്വീകരിക്കാനായിട്ട്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ സ്റ്റേജസ്? ഫസ്റ്റ് വൺ മൈറ്റോസിസ്. മൈറ്റോസിസ് നടക്കുമ്പോൾ എന്താ നടക്കുക? പ്രൈമോഡിയൽ ജേം സെൽ ഊഗോണിയം convert into around primary oocyte by a process mitosis. It is the chromosomal content is same, 2n 2n ആയിട്ട് നിൽക്കും. Then meiosis 1. Then what happened? Each primary oocyte divided into 2. Here 2 unequal division, 2 unequal cells are produced. One is large one and the other one is very small. This large one is the secondary oocyte. This only retains, this one degenerate later. And this is called secondary oocyte and this is called first polar body. Okay. Then this secondary oocyte again converted into 2, divided into 2. Again unequal division. But here the chromosomal content is same. ഇവിടെ n ആയിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് ഇവിടെ മൈറ്റോട്ടിക്, മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അപ്പോൾ ഹിയർ n ക്രോമോസോമൽ കണ്ടന്റ് ഹാപ്ലോയിഡ് ആണ്, ഓവം ഈസ് ഹാപ്ലോയിഡ്. പക്ഷെ ഇവിടെ അൺഈക്വൽ ഡിവിഷൻ ആയതുകൊണ്ട് ഈ സെല്ലിന് വേറൊരു പേര് പറയും. എന്താ പേര്? സെക്കൻഡ് പോളാർ ബോഡി. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദിസ് വൺ? ഇത് ലേറ്റർ ഡീജനറേറ്റ്. ഈ ഒരു സെക്ഷൻ ഹ്യൂമൻ ഫീമെയിലിൽ ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പോഴും, ഇത് ഉറപ്പില്ല നടക്കുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡീജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ലേറ്റർ നമ്മൾ ഇവിടെ പ്രസക്തല്ല അത്. ഇറ്റ് ഈസ് അപ്പൊ നമ്മൾ ആകെ പഠിക്കേണ്ടത് ഇത്ര മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡറി യൂസൈറ്റ് കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡ് പോളാർ ബോഡി ആൻഡ് ഊട്ടിറ്റ്. ഈ ഒരു കാര്യം എഴുതണം എന്നില്ല. ദെൻ സ്റ്റെപ്സ് ഓഫ് oogenesis നമുക്ക് ഒന്നുകൂടി ഒരു ഡാറ്റ പറയുന്നു. മൈറ്റോസിസിലെ പ്രൈമറി യൂസൈറ്റുകൾ ഉണ്ടാവുന്നു, പക്ഷെ അവിടെ നടക്കുന്ന സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്, ലോങ് ബിഫോർ ബർത്ത്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് എപ്പോഴാണ് നടക്കുക? ഫ്രം പ്യൂബർട്ടി ഓൺവേർഡ്സ്. മൂന്നാമത്തെ സ്റ്റേജ് എപ്പോഴാണ് നടക്കുക? വെൻ ഇറ്റ് മീറ്റ് എ സ്പേം. അതുകൊണ്ട് ഓരോ സമയവും നടക്കുന്നത് ഒരു പ്രധാന പ്രത്യേകതയാണ്. ഇതൊന്നും ഓർക്കാട്ടോ. സെക്കൻഡറി oocyte സ്റ്റേജ് ഈസ് റിലീസ്ഡ്, ഓവം ഈസ് റിലീസ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. അപ്പോൾ ഓവുലേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ഓവം യഥാർത്ഥത്തിൽ ഓവമായി മാറിയോ? ഇല്ല. എഗ്ഗിന്റെ സെക്കൻഡറി oocyte സ്റ്റേജേ ആയിട്ടുള്ളൂ. ആ സെക്കൻഡറി oocyte സ്റ്റേജ് ഇതിൽ കൂടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കടക്കുമ്പോൾ ഇഫ് ദർ ഈസ് സ്പേം പ്രസന്റ്, ദെൻ ഇറ്റ് കണ്ടിന്യൂ ദ നെക്സ്റ്റ് ഡിവിഷൻ. ഏത്? മിയോസിസ് 2. ദെൻ ഓൺലി ഇറ്റ് കണ്ടിന്യൂ ദ സെക്കൻഡ് മിയോസിസ്. അപ്പോഴാണ് ആ മൂന്നാമത്തെ ഡിവിഷൻ നടക്കുള്ളൂ. അങ്ങനെ ഊട്ടിഡായി മാറുള്ളൂ, അത് പിന്നീട് ഫങ്ഷണൽ ഓവം ആവുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് നമ്മൾ ഒന്നും കൂടി ആദ്യം തൊട്ടൊന്നുകൂടി പറയാണ്. എംബ്രിയോ ഫീറ്റൽ ലിവറിൽ ഓവറിയിൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ധാരാളം പ്രൈമറി oocyteകൾ ഉണ്ടാവും. എന്നിട്ട് ആ പ്രൈമറി oocyteകൾ അതിൻ്റെ മിയോസിസ് 1ന്റെ
കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് മിയോസിസ് 1-ന്റെ പ്രോഫേസ് 1 സ്റ്റേജിൽ ദേ ആർ അറസ്റ്റഡ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എ ബേബി ഗേൾ വിത്ത് ഇനഫ് പ്രൈമറി oocyte. At birth, the average female has about 2 million primary oocyte in her ovaries. അതെന്തിനുള്ളതാ? ഫോർ ഹെർ ലൈഫ്, ജീവിതകാലത്തേക്കുള്ള എല്ലാ പ്രൈമറി oocyteും കൊണ്ടാണ് ജനിക്കുന്നത്. അതിനുശേഷം പിന്നീട് നോ മോർ oogonia ആഡഡ്. എന്നാൽ ചില പ്രൈമറി oocyte മേ ബി ഡിജനറേറ്റ്. And when she attains puberty, there may be around 4 lakh primary oocyte. ആ പ്രൈമറി oocyteന്റെ എണ്ണം കുറയേ ഉള്ളൂ. ആൻഡ് എങ്ങനെയാണ് പ്രൈമറി oocyte റീറ്റെയിൻ ചെയ്യുന്നത്? ദേ ആർ ടെമ്പററി അറസ്റ്റഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോട്ടിക് ഡിവിഷൻ. ഏകദേശം ഇങ്ങനെയാണ് ആ ഒരു പ്രൈമറി oocyte. അതിന് ചുറ്റിനും കുറച്ച് ഫോളിക്കുലാർ സെൽസും കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു സ്റ്റേജ് അഡോളസൻ സ്റ്റേജിൽ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അഡോളസൻ സ്റ്റേജിലാണ് പിന്നത്തെ ഈ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ അത് പ്രൈമറി oocyte ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോർമെന്റ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീടാണ് ഈ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ മിയോസിസ് 1 എന്നാണ് അതിന് പറയുക. മിയോസിസ് 1 അല്ലേ, ആ സ്റ്റാർട്ട് പ്യൂബർട്ടി സ്റ്റേജിൽ കുറച്ച് ഹോർമോണിന്റെ ആക്ഷൻ വഴി ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെക്കൻഡറി oocyte ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. അപ്പോൾ ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സെക്കൻഡറി oocyteൽ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുകയാണ്. ദാറ്റ് ദ പ്രൈമോഡിയൽ oocyte, പ്രൈമറി oocyte, ഇത് ഓവറിയുടെ അകത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓവറിയുടെ അകത്തുണ്ടായ ഒരു സ്റ്റേജാണ്. ഈ പ്രൈമറി oocyteന്റെ ചുറ്റിനും വേറൊരു സാക്ക് സ്ട്രക്ചർ കാണാം വിത്ത് സം സെൽസ്. ദേ ആർ കോൾഡ് ഗ്രാനുലോസ സെൽസ്. ഈച്ച് പ്രൈമറി oocyte is enclosed in a sac with the granulosa cells. These granulosa cells together with the primary oocyte is called primary follicle. The primary oocyte and the granulosa cell together is called primary follicle. ഇങ്ങനെയുള്ള ഈ primary follicle, now one of the primary follicle enlarges. ഇങ്ങനെയുള്ള ഒരു 4 ലക്ഷത്തിനടുത്ത് പ്രൈമറി ഫോളിക്കിളുകൾ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടല്ലോ. അപ്പോൾ അഡോളസൻ സ്റ്റേജിൽ വരുമ്പോൾ ഓരോ മാസവും ഒരു പ്രൈമറി ഫോളിക്കിൾ എൻലാർജസ് ഫ്രം 1 ovary, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവറി. അതിൽ ഒരു ഓവറിയിൽ നിന്ന് ഒരു പ്രൈമറി ഫോളിക്കിൾ എൻലാർജസ്. അങ്ങനെ എൻലാർജ് ചെയ്യുകയും നോക്കൂ, ദിസ് ഈസ് ദ പ്രൈമറി oocyte. ഈ പ്രൈമറി oocyte അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെയുള്ള ഗ്രാനുലോസ സെല്ലിന് സം ചേഞ്ചസ് ഈസ് ഹാപ്പൻ. ഇറ്റ് ഈസ് ഡിവൈഡഡ് അല്ലെ, കുറേ ഡിവിഷൻസ് ആവും. അപ്പോൾ അതിൻ്റെ പേര് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയും. അതിൻ്റെ ചുറ്റിനും വേറെ കുറേ സെല്ലുകളുടെ ഗ്രാനുലോസ എന്നുണ്ടാവും. അപ്പം സെക്കൻഡറി ഫോളിക്കിൾ, ദെൻ ഇൻ ടു ടെറിഷറി ഫോളിക്കിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്പേസും ഉണ്ടായി വരുന്നത് കാണാം. ദാറ്റ് ഈസ് കോൾഡ് ആൻഡ്രം. ഈ പിക്ചറിൽ ഒന്നുകൂടി ക്ലിയർ ആണത്. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയും. എന്താ പ്രൈമറി ഫോളിക്കിൾ? ഈ പ്രൈമറി oocyteനെ എൻസർക്കിൾ ചെയ്ത് കാണുന്ന ഫോളിക്കിൾസ് സെല്ലെല്ലാം കൂടിയിട്ട് കാണുന്നതിനെയാണ് പ്രൈമറി ഫോളിക്കിൾ. അത് എൻലാർജ് ചെയ്ത് മുമ്പ് എന്തുണ്ടായത്? പ്രൈമറി ഫോളിക്കിൾ ഡിവൈഡഡ് ഇൻ ടു സെക്കൻഡറി ഫോളിക്കിൾ, ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടെറിഷറി ഫോളിക്കിൾസ്, ആൻഡ് സെയിം ടൈം ഇറ്റ് ഈസ് ഓക്യുപ്പൈസ് എ സ്പേസ് ഇൻ ദ ആൻഡ് ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ആൻട്രം. ഇത് ക്ലിയർ ആയിട്ട് കാണുന്ന ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്, സ്ലൈഡ് വ്യൂ ആണ്. ഇത് നോക്കൂ, ഇതൊരു ഓവറിയുടെ സെക്ഷനിൽ തന്നെ കാണാം. ഇവിടെ കാണാൻ കുറേയധികം പ്രൈമറി ഫോളിക്കിൾസ് ഒക്കെ കണ്ടോ. ഓവറിയിൽ കുറേ പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പ്രൈമറി ഫോളിക്കിൾ ആണ് ഇത്രയ്ക്ക് വലിപ്പത്തിലേക്ക് ഒരു പ്രാവശ്യം എത്തുക. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൈമറി oocyte ഉണ്ടായിരുന്നു. ആ പ്രൈമറി oocyte ഇപ്പം മിയോസിസ് 1 എന്ന സ്റ്റേജ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് സെക്കൻഡറി oocyteും ഒരു പോളാർ ബോഡിയുമായി മാറിയിട്ടുണ്ടാവും. രണ്ടും ഈ പറഞ്ഞൊരു സ്ഥലത്താണ് കാണുക. സെക്കൻഡറി oocyte ആയി മാറുന്നതോടൊപ്പം ഇതിൻ്റെ ചുറ്റിനുമുള്ള ആ കവറിങ്സിൽ കുറച്ച് മാറ്റം വന്നിട്ട് വേറെ കുറച്ച് മെംബ്രെയിൻസ് എന്നാണ് അതിന് പേരൊക്കെ പറയുക. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കാനുള്ളത്, ഇതിൻ്റെ ചുറ്റിനും കണ്ടോ ഒരു ലേക്ക് പോലെ ഈ ആൻഡ്രത്തിൽ ഫ്ലൂയിഡ് ഉണ്ട്. നമുക്കറിയാം, ഒരു ലേക്കിൽ വെള്ളം നിറഞ്ഞ് അത് ഇവിടെ ഒന്ന് റപ്ചർ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള കണ്ടന്റ് മുഴുക്കി ഇങ്ങോട്ട് ഫോഴ്സിലി ദാറ്റ് ഫ്ലൂയിഡ് പാസ് ഔട്ട് അല്ലേ. അങ്ങനെ അത് ഫോഴ്സിലി പാസ് ചെയ്യുമ്പോൾ ഈ സെല്ലിന് എന്ത് സംഭവിക്കും? ഈ കണ്ടന്റ് അത് ഇതോടുകൂടി ഒഴുകി പുറത്തേക്ക് ഇറങ്ങി വരും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ എന്ന് പറയാം.
അപ്പോൾ ഓവുലേറ്റ് ചെയ്യാണ് നേരത്തുള്ള സെക്കൻഡറി യൂസൈറ്റ് കണ്ടില്ലേ, ആ പ്രൈമറി യൂസൈറ്റ് മാറി അത് സെക്കൻഡറി യൂസൈറ്റായി. നോക്കൂ, ഇത്രയും ഭാഗം സെക്കൻഡറി യൂസൈറ്റാണ്. ഊസൈറ്റിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റിനും സൈറ്റോപ്ലാസം. എന്നാൽ ഇതിനോട് പോലെ തന്നെ ഉണ്ടായ വേറെ ഒന്നാണിത്, ഫസ്റ്റ് പോളാർ ബോഡി. ഇതിൻ്റെ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ഇവിടെയും ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം, അങ്ങനെ ഇത് രണ്ടായി ഡിവൈഡ് ചെയ്തു. എന്നാൽ ഇറ്റ് ഈസ് കവേർഡ് ബൈ അനദർ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ആ ഫോളിക്കിൾ സെല്ലില്ലേ, ആ ഫോളിക്കിൾ സെല്ലിന് പുറമെ വേറൊരു ലെയർ കൂടി അതിൻ്റെ ചുറ്റിനും വന്നു. ഈ ലെയർ കണ്ടോ, നോൺ സെല്ലുലാർ ലെയർ എന്ന് പറയും. അതിൻ്റെ പേര് സോണ പെലൂസിഡ എന്നാണ്. ഇതൊന്നുകൂടി ക്ലിയർ ആണ്. ആ പിക്ചർ പൊട്ടണേന് തൊട്ട് മുൻപുള്ള ഒരു പിക്ചറാണ്, ഓവുലേറ്റ് ചെയ്യണോ തൊട്ട് മുൻപ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡറി യൂസൈറ്റ് കാണാം. ഇതിൽ നിന്ന് ഫസ്റ്റ് പോളാർ ബോഡി ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരാൻ പോണേ ഉള്ളൂ. ഇതിൻ്റെ ചുറ്റിനും നമുക്ക് സോണ പെലൂസിഡ എന്ന ലെയർ കാണാം. അതിൻ്റെ ചുറ്റിനും വേറെ നേരത്തെ നമ്മൾ ഫോളിക്കിൾ സെല്ലില്ലേ, നേരത്തെ ഉണ്ടായ ഫോളിക്കിൾ സെൽ അതിനോട് അഡർ ചെയ്ത് നിൽക്കുന്നുണ്ട്, അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിപ്പോൾ കൊറോണ റേഡിയേറ്റ എന്നാണ്. നോക്കൂ, ഓവറിയിൽ റെഡിയായി നിൽക്കുകയാണ് ഇങ്ങനെ റപ്ചർ ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ് റപ്ചേഴ്സ് കണ്ടോ, ആ ഫ്ലൂയിഡോടുകൂടി അതിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതൊരു എന്താണ് ആക്ച്വൽ ഫിഗറാണ്. ശരിക്കും ഓവറിയുടെ ഉള്ളിൽ നിന്ന്, ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നത് ഏകദേശം ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിൽ നിന്ന് നമ്മളിങ്ങനെ അതിനെ പുറത്തേക്ക് തള്ളി വിടുന്നത് പോലെയാണ് അല്ലേ, ഇറ്റ് റിലീസ്ഡ്. അങ്ങനെ റിലീസ് ചെയ്ത ആ ഓവത്തിന്, സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലുള്ള ഓവത്തിൻ്റെ വേറൊരു ഫിഗറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് കാണാം, സൈറ്റോപ്ലാസം കാണാം, ചുറ്റിനും ആ സോണ പെലൂസിഡ കാണാം. സെക്ഷണൽ വ്യൂവിൽ ഈ സെൽ, ഈ റേഡിയേറ്റിംഗ് സെൽസ് ഓഫ് ഫോളിക്കുലാർ സെൽസ്, കൊറോണ റേഡിയേറ്റ, അതിനെ നമ്മളിവിടെ ഇങ്ങനെ പിക്ചർ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇത്രയൊക്കെ ആയിട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് റിലീസ്ഡ്. ഈ സെക്കൻഡറി യൂസൈറ്റ് ആ ഓവറിൽ നിന്ന് റിലീസ് ചെയ്തു. പക്ഷെ ഇതിന് ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്, മിയോസിസ് 2. അത് നടക്കണമെങ്കിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്ലോസ് എപ്പോഴും ഉണ്ട് oogenesis. ഈ ഫെർട്ടിലൈസ്ഡ്, അതായത് സ്പേം എൻട്രി ഉണ്ടെങ്കിൽ മാത്രം മിയോസിസ് 2 നടക്കും. സ്പേം എൻട്രി ഇങ്ങനെ, അതെ, സ്പേം അടുത്ത് വന്നിട്ടേ ഉള്ളൂ, ഫ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്പേമിന് അടുത്ത് കണ്ടാൽ ദാറ്റ് സെക്കൻഡറി യൂസൈറ്റ് കംപ്ലീറ്റ് ഇറ്റ്സ് മിയോസിസ് 2 നടക്കും. അപ്പോൾ എന്താ പ്രൊഡക്റ്റ്, സെക്കൻഡ് പോളാർ ബോഡിയെ റിലീസ് ചെയ്യിച്ചിട്ട് ഇറ്റ് ടേൺ ഇൻ ടു ദ oocyte ആൻഡ് ഇറ്റ് ദ ഫ്യൂസ് വിത്ത് ദ എൻ. അപ്പോൾ ദെൻ ഇറ്റ് കൺവേർട്സ് ഇൻ ടു എ സൈക്കോട്ട്. ഇതൊരു oogenesis ഫ്ലോ ചാർട്ടാണ്. നമുക്കിവിടെ പ്ലോയിഡ് കൂടി കാണാം. അതായത് ആദ്യം 2n, പിന്നെ ഹാപ്ലോയിഡ് ആണ്. ഇവിടെ കണ്ടോ, ഹാപ്ലോയിഡ് ഫസ്റ്റ് പോളാർ ബോഡിയായി. ഈ സെക്കൻഡറി യൂസൈറ്റ് വീണ്ടും മിയോസിസ് 2 നടക്കുമ്പോൾ സെക്കൻഡ് പോളാർ ബോഡീനെ റിലീസ് ചെയ്യിക്കും. ഈ ഊട്ടിഡാണ് പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇറ്റ് റെഡി ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അത് ഡിപ്ലോയിഡ് ആവും. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഓർത്തില്ലേ, സൈറ്റോപ്ലാസം വളരെ കൂടുതലാണോ ഏതില്, ഓവത്തിൽ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നു. നമ്മളറിയാം സ്പെർമാറ്റിഡ് ആയപ്പോൾ 4 ഈക്വൽ സെൽസ് ഉണ്ടായത് അല്ലേ. എന്നാൽ ഇവിടെ നോക്കൂ, ഒരു സിംഗിൾ സെൽ ഉണ്ടാവണേന്ന് മാത്രമല്ല, ആ ഉണ്ടാകുന്ന സെല്ലിൽ സൈറ്റോപ്ലാസം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നോക്കൂ മക്കളെ, അമ്മമാരാണ് കുഞ്ഞുങ്ങളുടെ കരുതലോടെ എല്ലാം അങ്ങനെ സൂക്ഷിച്ചു വെച്ച് കൊടുക്കണേ. ആ വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങൾ ഫുള്ളായിട്ട്, മൈറ്റോകോൺട്രിയൽ DNA ഫുള്ളായിട്ട് ഒരു അമ്മയിൽ നിന്ന്, ഓവത്തിൽ നിന്നാണ് ഒരു കുഞ്ഞിന് കിട്ടുന്നത്. ദെൻ ഈവൻസ് ഓഫ് oogenesis, നമ്മുടെ സ്റ്റെപ്സ് ഫുള്ളായിട്ട് ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദാറ്റ് ഫിഗർ. ആൻഡ് നിങ്ങൾക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ വേണമെങ്കിൽ നടത്താം. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗാമിറ്റോജെനിസിസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഈ ഒരു ഫിഗർ തന്ന ഐഡൻറ്റിഫൈ ഗാമിറ്റോജെനിസിസ്, യുനോ ഈ ഏരിയ, ഇപ്പോൾ ഈ സെക്ഷൻസ് BDG എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോ ഈവൻറ്റുകളാണ്. അപ്പോൾ ആ ഈവൻറ്റുകളെ പേര് പഠിക്കാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളെ പറയുകയാണെങ്കിൽ ഈ ഫിഗേഴ്സ് പ്രൊഡക്റ്റുകളെ പറയാനായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഇതിലേത് ഈവൻറ്റിലാണ് സ്പേമിനൊരു റോളുള്ളത് കംപ്ലീഷന്? ഓക്കെ, യു നോ ഇറ്റ്. ഇത് നമുക്ക് രണ്ടിനെയും കൂടി കമ്പയർ ചെയ്യാൻ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഈ രണ്ട് ഫിഗേഴ്സ് ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഐഡന്റിഫൈ ചെയ്യുക ഈവന്റ്. ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഈവന്റ്?
ഓക്കെ, ഏതെങ്കിലും 4 ഡിവിഷൻസ് വെച്ചിട്ട് അതിനെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുക. അതൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും.